ഹലോ മുത്തുകളെ, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർമേടയിലാണ്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ചെടിയൊന്നും പാക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലും ചിലവഴിക്കുന്നത് നമ്മുടെ കിളികളോടുകൂടിയും അതുപോലെ തന്നെ കോഴികളോടുകൂടിയാണ്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മുടെ പറഞ്ഞു തീറ്റിച്ചെലവ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കയറുമ്പോഴാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നതാണ് തീറ്റിച്ചെലവ് ഭയങ്കരമാണ് കോഴികൾക്ക്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പല പല ഫ്രൂട്ട്സ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവരുമായിട്ടൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഈ തറയിൽ വീണ് പൊട്ടുന്നത്, കംപ്ലൈൻ്റ് ആവുന്ന തണ്ണിമത്തിന്, അതുപോലെ തന്നെ കുറച്ച് കംപ്ലൈൻ്റ് ആയ ക്യാബേജ്, ഇതൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോഴികൾ കഴിച്ചോളും. നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന തീറ്റിച്ചെലവ് കുറഞ്ഞു കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തീറ്റിക്ക് ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് കടകളിൽ നിന്നൊക്കെ ഡെയിലി നമ്മൾ പോയി തണ്ണിമത്തിൻ്റെ തോടും അതുപോലെ തന്നെ ക്യാബേജ് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അരിഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് കോഴികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന തീറ്റി നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കോഴികളുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കടകളിൽ നിന്ന് ഈ തണ്ണിമത്തൻ, അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ തോട്, അതുപോലെ തന്നെ ക്യാബേജ് അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അരിഞ്ഞ്, തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീസാക്കിയിട്ടാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോഴികൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് തണ്ണിമത്തൻ ഞങ്ങളുടെ കോഴികൾ ശരിക്ക് കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ തന്നെ തണ്ണിമത്തിന് ക്യാബേജൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം അത് കുറേ നേരം കഴിക്കാനും ഉണ്ട്. അതേപോലെ തന്നെ കോഴികൾ നല്ല ഉഷാറാവുകയും ചെയ്യും. ഈ ചൂട് സമയത്ത് ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. നമ്മുടെ മനുഷ്യന് തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കൂടുതലും പല വീടുകളിലും അധിക സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ടാണ് കോഴികളെ വളർത്തുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഈ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഒരുപാട് തീറ്റിച്ചെലവുണ്ട്. കാരണം വെച്ചാൽ തീറ്റിക്കൊക്കെ ഇപ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചിലവാണ് തീറ്റിക്ക്. അപ്പം ഇതുപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കടകളിൽ പോയി തണ്ണിമത്തിന്, അതുപോലെ തന്നെ ഈ ക്യാബേജ്, വെജിറ്റബിൾ കടയിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് കിട്ടും. ഈ കോഴികൾ കഴിക്കുന്ന തണ്ണിമത്തനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്യാബേജ്, അതുപോലെ ബീൻസൊക്കെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കോഴികൾ ശരിക്കും കഴിക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ, ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞാൽ കുറച്ചൊക്കെ തീറ്റിച്ചെലവ് നമുക്ക് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ കോഴികൾക്ക് ഈ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഉഷാറാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര ചൂടല്ല ഇപ്പോൾ അടിക്കുന്നപ്പോൾ. ഒരുപാട് കസ്റ്റമർ കഴിഞ്ഞ വട്ടം ചോദിച്ചായിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയി. ഇനി വരുമ്പോൾ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കുന്നത് തനി നാടൻ അടയിരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഫയോമിയുടെ കുഞ്ഞുങ്ങളും ഇപ്പം നമുക്ക് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ ഇതിൻ്റെ താഴത്ത് നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 2 ടൈപ്പ് കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 1 മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഫയോമിയുടെ കുഞ്ഞുങ്ങൾ, നല്ല അടിപൊളി ആക്റ്റീവ് ഫയോമിയുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അടയിരിക്കുന്ന നല്ല അടിപൊളി നാടൻ കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ കൊറിയർ സർവീസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈവേ റൂട്ടിലെല്ലാം നമുക്ക് കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം വീണമെന്ന് നമ്മുടെ അടുത്ത് മെസ്സേജ് ഇട്ടിട്ട് പേരും അഡ്രസ്സും പിൻകോഡും തന്നാൽ മതി. അപ്പോൾ ഹൈവേ റൂട്ടുകളിലെല്ലാം നമുക്ക് ഹോം ഡെലിവറി സൗകര്യമുണ്ട്. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് അല്ലാതെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി 2 ടൈപ്പ് കുഞ്ഞുങ്ങളിപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഒന്ന് ഫയോമിയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ വട്ടം നമ്മുടെ കയ്യിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ വട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം വീണ്ടും നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ഏറ്റവും നല്ല റേറ്റ് കുറവിൽ.